വെൽക്കം ടു മൈ ചാനൽ ജേർണി ടു എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ചാപ്റ്റർ 2 ഫ്രം ഹണ്ടിങ് ടു ഗ്യാതറിംഗ് ടു ഗ്രോയിങ് ഫുഡ് പാർട്ട് 2. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവരെ തീർച്ചയായും പോയി കാണുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ചാണ് നിർത്തിയത് അല്ലേ? ക്യാൻ യു തിങ്ക് ഓഫ് എനി റീസൺസ് വൈ ദ ഡോഗ് വാസ് പെർഹാപ്സ് ദ ഫസ്റ്റ് ആനിമൽ ടു ബി ടേംഡ്? എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ അന്വേഷിച്ചോ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു അതൊന്ന് നോക്കാൻ. അപ്പം എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഡോഗ് എന്ന് പറയുമ്പോൾ ഡോഗ് ആർക്കും ഒരു പട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഇഷ്ടം തോന്നും അല്ലേ? അത് നമുക്ക് ഹിസ്റ്ററിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ആദ്യം നമ്മൾ വളർത്താൻ ശ്രമിച്ച ഒരു ആനിമൽ എന്ന് പറയുന്നത് തന്നെ ഡോഗാ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഡോഗിനെ വളർത്താൻ തീരുമാനിച്ചത്? കാരണം ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ആനിമൽസിനെ ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്, കുറച്ചുകൂടെ ഇന്റലിജന്റും ആണ് അല്ലേ? കുറച്ചുകൂടെ ഒരു നമുക്ക് സ്നേഹിക്കാൻ തോന്നുന്ന ഒരു ആനിമലാണ്. പിന്നെ ബാക്കിയുള്ള ആനിമൽസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഡോഗ് അത്ര വലുതൊന്നുമല്ല, അത്ര വലുപ്പമൊന്നുമില്ല. അതുകൊണ്ടാണ് ഡോഗ്സിനെ നമ്മൾ വളർത്താൻ ശ്രമിച്ചത് ആദ്യം. ഓക്കെ, domestication. Okay, എന്താണ് domestication? Domestication is the name given to the process in which people grow plants and look after the animals. Domestication എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ഒക്കെ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ആ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്ന ആ രീതിയാണ് ഡൊമസ്റ്റിക്കേഷൻ എന്ന് പറയുന്നത്. വെരി ഓഫൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ആർ ടെൻഡഡ് ബൈ പീപ്പിൾ ബിക്കം ഡിഫറെന്റ് ഫ്രം വൈൽഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അപ്പം ആദ്യം നമ്മൾ ഒരു പ്ലാന്റ്സിനെ ആനിമൽസിനെ ആദ്യമല്ല ആനിമൽസും പ്ലാന്റ്സും എല്ലാം വൈൽഡ് ആയിരിക്കും അല്ലേ? പിന്നീട് പതുക്കെ ആൾക്കാർ അതിനെ എടുത്ത് വളർത്താൻ തുടങ്ങും, പ്ലാന്റ്സിനെ ആണെങ്കിലും ആനിമൽസിനെ. അപ്പം ഈ വൈൽഡ് പ്ലാന്റ്സും വൈൽഡ് ആനിമൽസിനെ എടുത്തു നോക്കുവാണെങ്കിൽ ഈ നമ്മൾ വളർത്തി വരുന്ന പ്ലാന്റ്സും ആനിമൽസും ഒത്തിരി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതെന്തുകൊണ്ടായിരിക്കും? ഇത് ഡൊമസ്റ്റിക്കേഷൻ കാരണമാണ്. ഫോർ എക്സാമ്പിൾ, ദേ സെലക്ട് ദോസ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് ആർ നോട്ട് പ്രോൺ ടു ഡിസീസ്. അപ്പം നമ്മൾ എന്തായാലും എടുക്കുവാണെങ്കിൽ കുറച്ച് നന്നായിട്ടൊക്കെ ഇരിക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും എടുക്കുന്നതല്ലേ? കുറച്ച് ഡിസീസ് റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള പ്ലാന്റ്സിനെ ആനിമൽസിനെ ഒക്കെ ചൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു പ്ലാന്റ്സിനെ ആനിമൽസിനെ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഈൽഡ് കിട്ടും. പിന്നെ അതിന്റെ കമ്പ് അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പിനൊക്കെ നല്ല കട്ടിയായിരിക്കും. ഒത്തിരി ഈൽഡ് അല്ലെങ്കിൽ ഒത്തിരി ഗ്രെയിൻസും ഒക്കെ താങ്ങാനായിട്ടുള്ള ശക്തി അല്ലെങ്കിൽ ഒരു വെയിറ്റ് താങ്ങാനുള്ള കരുത്ത് വേണം ആ സ്റ്റാക്കിന്. സ്റ്റാക്ക് എന്തുവാണെന്നറിയാമല്ലോ? സീഡ്സ് ഫ്രം സെലക്ടഡ് പ്ലാന്റ്സ് ആർ പ്രിസർവ്ഡ് ആൻഡ് sown to ensure that new plants will have the same qualities. അപ്പം ഇങ്ങനെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസീസ് പ്രോൺ ആയിട്ടുള്ള പ്ലാന്റ്സ്, പിന്നെ എങ്ങനത്തെ പ്ലാന്റ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്ന സ്ട്രോങ് സ്റ്റോക്ക് ആയിരിക്കണം, ഈൽഡ് ലാർജ് സൈസ് ഗ്രെയിൻ, പിന്നെ ക്യാപ്പബിൾ ഓഫ് ബിയറിംഗ് ദ വെയിറ്റ് ഓഫ് ദ റൈപ്പ് ഗ്രെയിൻ. അപ്പൊ ഇങ്ങനത്തെ പ്ലാന്റ്സിനെയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ഇങ്ങനത്തെ പ്ലാന്റ്സിനെയൊക്കെ എടുത്തിട്ട് അവർ അത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അതിന്റെ അരിയൊക്കെ എടുത്ത് അവര് അടുത്ത പ്ലാന്റ്സ് അതിന്റെ സീഡ്സിനെയൊക്കെ സോ ചെയ്തിട്ട് അടുത്ത ന്യൂ പ്ലാന്റ്സിനെ ഉണ്ടാക്കും. Among animals, those that are relatively gentle and are selected for breeding, as a result, gradually domesticated animals and plants become different. അപ്പം ഇതുകൊണ്ടൊക്കെ എന്താ, പ്ലാന്റ്സും ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസും ഒക്കെ വൈൽഡ് ആനിമൽസും പ്ലാന്റ്സും ആയിട്ട് ഒത്തിരി ഡിഫറൻസ് കാണിക്കുമായിരിക്കും. For example, the teeth and the horns of wild animals are very sharp, okay, as usually much larger than those of domesticated animals. അപ്പോൾ വൈൽഡ് ആനിമൽസിന്റെ ഒക്കെ ടീത്തും ഹോൺസും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഷാർപ്പും ആയിരിക്കും, അത് ഇച്ചിരൂടെ വലുതുമായിരിക്കും. ഓക്കെ, നമ്മൾ വളർത്തുന്ന ആനിമൽസിനെക്കാട്ടിലും വൈൽഡ് ആനിമൽസിന്റെ ഒക്കെ ഹോൺസും ടീത്തും ഒക്കെ കുറച്ചുകൂടെ ഷാർപ്പും വലുതും ഒക്കെ ആയിരിക്കും. Look at these two sets of teeth. Which do you think belongs to the wild pig and which to the domesticated one? അപ്പോൾ ഇത് രണ്ടും കണ്ടോ, നമുക്ക് ഇതിനകത്ത് തന്നെ ആ വലിയൊരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.
Domestication was a gradual process that took place in many parts of the world. It began about 12,000 years ago. Virtually all the plants and animals produced that we use are as food today is a result of domestication. അപ്പം ഇപ്പം നമ്മൾ കഴിക്കുന്ന പ്ലാന്റ്സും ആനിമൽസും എല്ലാം ഈ 12,000 വർഷങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ട് ഡൊമസ്റ്റിക്കേഷൻ കാരണമാണ്. A new way of life. If you plant a seed, you will notice that it takes some time to grow. This may be for several days, weeks, months, and in case of some plants it will be years. അപ്പം നമ്മൾ ഒരു പ്ലാന്റ് നട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ വലുതാവും. ചിലതൊക്കെയാണെങ്കിൽ വീക്സ് എടുക്കും, മന്ത്സ് എടുക്കും, ചിലതൊക്കെയാണെങ്കിൽ വർഷങ്ങൾ എടുക്കും അല്ലേ. When people began growing plants, it meant that they had to stay in some place or for a long time, looking after the plants, watering, weeding, driving away animals and birds till the grains are ripened. And then the grains had to be used very carefully, അല്ലേ. അപ്പം ഈ ആൾക്കാരൊക്കെ പ്ലാന്റ്സിനെ ആനിമൽസിനെ ഒക്കെ വളർത്താൻ തുടങ്ങിയപ്പം അവര് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കേണ്ടതായിട്ട് വന്നു അല്ലെ. അവര് പതുക്കെ ഒരു സ്ഥലത്ത് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് താമസിക്കേണ്ടതായിട്ട് വന്നു. അവര് ഇനിയിപ്പോ ട്രാവലിംഗ് ഒന്നും പറ്റത്തില്ല. കാരണം എന്താ, അവര് പ്ലാന്റ്സിനെ വാട്ടർ ചെയ്യണം. പിന്നെ കുഞ്ഞു വീഡ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയൊക്കെ എടുത്ത് പറിച്ചു കളയണം. വീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ഈ അൺവാണ്ടഡ് പ്ലാന്റ്സ് ആണ് വീഡ്സ്. അപ്പൊ വീഡിങ്, അപ്പൊ ഈ വീഡ്സ് എല്ലാം റിമൂവ് ചെയ്യണം. പിന്നെ ഈ പ്ലാന്റ്സിനെ റൈപ്പൺ ചെയ്യാൻ സമ്മതിക്കാത്ത ഈ ബേർഡ്സും ചില ആനിമൽസിനെ ഒക്കെ ഓടിച്ചു വിടണം. അപ്പം അതുകൊണ്ട് ആൾക്കാരൊക്കെ പതുക്കെ ഒരേ സ്ഥലത്ത് തന്നെ കുറെ നാള് താമസിക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ ദ ഗ്രെയിൻസ് ഹാഡ് ടു ബി യൂസ്ഡ് വെരി കെയർഫുള്ളി. As grains had to be stored for both food and seed, people had to think of ways of storing also. അപ്പം ഈ ഗ്രെയിൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ. പിന്നെ ഒരു സീസണിലൊക്കെ ഗ്രെയിൻസ് കാണത്തുള്ളല്ലോ. അപ്പം ഈ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണം ഫുഡിന് വേണ്ടി. അല്ലെങ്കിൽ പിന്നെ പുതിയ പ്ലാന്റ്സ് വളർത്തണമെങ്കിൽ സീഡ് വേണം അല്ലെ. ഈ സീഡും ഫുഡിനും ഒക്കെ വേണ്ടി ഗ്രെയിൻസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പൊ പതുക്കെ ആൾക്കാർ സ്റ്റോറിങ് എങ്ങനെ നമുക്ക് സ്റ്റോർ ചെയ്യാം ശരിക്ക് അതിന്റെ വേസ് ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഇൻ മെനി ഏരിയാസ് ദേ ബിഗൻ മേക്കിംഗ് ലാർജ് ക്ലേ പോട്ട്സ് ഓർ വോവ് ബാസ്കറ്റ്സ് ഓർ ഡക്ക് പിറ്റ്സ് ഇൻ ടു ദ ഗ്രൗണ്ട്. അപ്പം ചില ആൾക്കാരൊക്കെ പതുക്കെ പോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. ക്ലേയും കൊണ്ട് പോട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ ബാസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി ഈ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. സ്റ്റോറിങ് ആനിമൽസ് മൾട്ടിപ്ലൈ നാച്ചുറലി. അപ്പൊ നമുക്കറിയാം ആനിമൽസ് ആണെങ്കിൽ അവരുടെ പോപ്പുലേഷൻ തന്നെ ഇൻക്രീസ് ആവും. Beside, if they are looked after carefully, they provide milk, which is an important source of food and meat. അപ്പൊ ആനിമൽസിനെ കുറച്ചുകൂടെ നമ്മൾ വളർത്തു ആണെങ്കിൽ അവർ നമുക്ക് മിൽക്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഒരു സോഴ്സ് ഓഫ് ഫുഡാ, മിൽക്കും ഒരു സോഴ്സ് ഓഫ് ഫുഡാ, മീറ്റും ഒരു സോഴ്സ് ഓഫ് ഫുഡാ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. whenever required. In other words, animals that are reared can be used as a store of food. അല്ലേ, നമുക്ക് ഇപ്പം ഫുഡ് ഇല്ലാത്ത സമയത്തൊക്കെ ഈ ആനിമൽസിനെ ഏതെങ്കിലും ഒരു ആനിമലിനെ എടുത്ത് വെട്ടി കറിയൊക്കെ ഉണ്ടാക്കാം അല്ലേ, മീറ്റൊക്കെ ആയിട്ട് ഫുഡായിട്ട് കൺസ്യൂം ചെയ്യാം. അപ്പം ഈ ആനിമൽസിനെ നമ്മൾ ഒരു സ്റ്റോർ ഓഫ് ഫുഡായിട്ട് കാണാൻ തുടങ്ങി. Finding out about the first farmers and herders. അതിനു മുമ്പ് apart from food, what are the other things that could have been obtained from animals? What are animals used for today? അപ്പൊ ഇന്നും നമ്മൾ ആനിമൽസിനെ എന്തോത്തിനൊക്കെ ഉപയോഗിക്കുന്നത്, മിൽക്ക്, മീറ്റ്, ഇതിനൊക്കെയാ. പിന്നെ ചില ആനിമൽസിനെയൊക്കെ നമ്മൾ വൂളിന് വേണ്ടി ഉപയോഗിക്കും അല്ലേ. അപ്പം നമ്മൾ വൂളിന് വേണ്ടി ഉപയോഗിക്കും. പിന്നെ ചില ആനിമൽസിന്റെ ഒക്കെ ബോൺസ് ഉപയോഗിക്കും. ടൈഗറിന്റെ ഒക്കെ ആണെങ്കിൽ ടീത്ത് ഒരു ഷോക്കേസ് പീസ് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും അല്ലേ. ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ദ ഫസ്റ്റ് ഫാമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ്. Turn on map 2, page 13. You will notice a number of blue squares. അപ്പം മാപ്പ് 2 നമ്മൾ നേരത്തെ കുറെ ബ്ലൂ സ്ക്വയർസ് കണ്ടായിരുന്നല്ലേ. Each marks a site
from where archaeologists have found evidences of early farmers and herders. These are found all over the subcontinent. Some of the most important ones are in the northwest in present-day Kashmir and in east and south India. ഓക്കെ, ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് നമ്മൾ കണ്ടത് കാശ്മീരിലും ഈസ്റ്റ് ആൻഡ് സൗത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നു. To find out whether these sites were settlements to farmers and herders, scientists study evidences of plants and animal bones. അപ്പം ഈ സെറ്റിൽമെന്റ്സ് അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ സൈറ്റ്സ് ആയിട്ടാണോ ഈ ഫാമേഴ്സും ഹേർഡേഴ്സും ഒക്കെ ഉപയോഗിച്ചതെന്നുള്ള എവിഡൻസിന് വേണ്ടി ഈ പ്ലാന്റ്സിന്റെ ആനിമൽസിന്റെ ഒക്കെ ബോൺസ് ഒക്കെ പഠിക്കാൻ തുടങ്ങി സയന്റിസ്റ്റ് ഒക്കെ. വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഫൈൻഡ്സ് ഇൻക്ലൂഡ് റിമൈൻസ് ഓഫ് ബേൺഡ് ഗ്രെയിൻ. അപ്പൊ ഗ്രെയിൻ ഒക്കെ ബേൺ ചെയ്ത് അവിടെ അതിന്റെ ഒക്കെ ആഷസ് കിടപ്പുണ്ടായിരുന്നു. ദിസ് മേ ഹാവ് ബീൻ ബേൺഡ് ആക്സിഡന്റലി ഓർ ഓൺ പർപ്പസ്. അപ്പം ഇത് ആക്സിഡന്റലി ബേൺ ആയതാണോ അതോ പർപ്പസ്ഫുള്ളി ഇവർ ബേൺ ചെയ്തതാണോ എന്നൊക്കെ സയന്റിസ്റ്റ് പഠിക്കാൻ തുടങ്ങി. They can also identify the bones of different animals. അപ്പോൾ സയന്റിസ്റ്റ് അവരുടെ ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ബോൺസ് ഏത് ആനിമൽസിൻ്റെ എന്നൊക്കെ ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതെന്തിനാ ബേൺ ചെയ്തത്, ഇതെന്തിനാ ഇവിടെ ഇട്ടതെന്നൊക്കെ അവർക്ക് മനസ്സിലാവും അല്ലേ. Towards a settled life, archaeologists have found traces of huts or houses at some sites. For instance, Burza home in present-day Kashmir people built pit houses which were dug into the grounds with steps leading into them. അപ്പോൾ പിറ്റ് ഹൗസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ അടിയിൽ കുഴിച്ച് അവർ ഉണ്ടാക്കും ഒരു വീട് പോലെ, ഒരു ഷെൽട്ടർ പോലെ. This may have provided shelter in cold weather. അപ്പോൾ കോൾഡ് വെതറിലൊക്കെയാണ് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഇവര് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. Archaeologists have also found cooking hearths found both inside and outside the huts. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ കുറച്ച് സ്ഥലങ്ങൾ പോലെ ഒക്കെ കണ്ട് വന്നിട്ടുണ്ട്. Which suggests that depending on the weather, people could cook food either indoors or outdoors. Draw a pit house. അപ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്. നിങ്ങൾക്കൊരു പിറ്റ് ഹൗസ് വരച്ചു നോക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് പിറ്റ് ഹൗസ് എങ്ങനെയായിരിക്കും, അണ്ടർഗ്രൗണ്ടിൽ അല്ലേ, അവർ ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ കുഴിച്ച് ഉണ്ടാക്കുന്നതായിരിക്കും. അതിൽ ലീഡ് ചെയ്യുന്ന എന്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ വെച്ച് പിന്നെ ബാക്കിയൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഈ പിറ്റ് ഹൗസിന്റെ ഒക്കെ വെളിയിൽ ഒരു ഹെർത്ത് പോലെ അവരുടെ ഒരു കുക്കിംഗ് പ്ലേസ് പോലെ ഉണ്ടാക്കുക. Stone tools have been found from many sites as well. Many of these are different from the earlier Paleolithic tools and that is why they are called Neolithic. അപ്പം പാലിയോലിത്തിക് ടൂൾസ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ നിയോലിത്തിക് ടൈമിൽ കണ്ട ടൂൾസ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ദേ ഇൻക്ലൂഡ് ടൂൾസ് ദാറ്റ് വെയർ പോളിഷ്ഡ്. അപ്പം ഈ നിയോലിത്തിക് ടൈം ഒക്കെ ആയപ്പം ഈ ടൂൾസ് ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് പോളിഷ് ചെയ്തു. അവരുടെ എഡ്ജിലൊക്കെ നല്ല ഫൈൻ കട്ടിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില ടൂൾസിനൊക്കെ അറ്റാച്ച് ചെയ്ത് മോട്ടോഴ്സും പിസ്റ്റൽസും ഒക്കെ ഉണ്ടായിരുന്നു. മോട്ടർ ആൻഡ് പിസ്റ്റൽ ഓക്കെ, അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോട്ടറും പിസ്റ്റലും ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്രൈൻഡ് ചെയ്യാൻ, ഗ്രെയിനും ഒക്കെ ഗ്രൈൻഡ് ചെയ്യാൻ. മോട്ടേഴ്സ് ആൻഡ് പിസ്റ്റൽസ് are used for grinding grain even today, several thousand years later. At this same time, tools of the Paleolithic types continued to be made and used. And remember, some tools were made up of bones also. അപ്പം പാലിയോളിത്തിക് സമയത്ത് ഉണ്ടാക്കിയ ടൂൾസ് ഒക്കെ അപ്പോഴും ഉപയോഗിച്ചിരുന്നു. പിന്നെ ചില ടൂൾസ് ഒക്കെ ബോൺസും കൊണ്ട് ഉപയോഗിച്ചിരുന്നു. അപ്പം ഈ ടൂൾസ് ന്യൂ സ്റ്റോൺ ടൂൾസ് അപ്പോൾ പാലിയോളിത്തിക്കിനെക്കാട്ടിലും കുറച്ചുകൂടെ പോളിഷ് ഒക്കെ ചെയ്ത് ഒക്കെ എടുത്ത ടൂൾസാണ് ഇതൊക്കെ. Many kinds of earthen pots have also been found. These were sometimes decorated and were used for storing things. People began using pots for cooking. അപ്പം ഈ earthen pots ഒക്കെ
സ്റ്റോർ ചെയ്യാൻ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും പിന്നെ പതുക്കെ പതുക്കെ അത് ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് ഒക്കെ വെച്ചിരുന്നു. പീപ്പിൾ ബിഗൻ യൂസിങ് പോട്ട്സ്. അപ്പോൾ ഈ പോട്ടൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്യാനും ഒക്കെ തുടങ്ങി. എസ്പെഷ്യലി റൈസ് ഒക്കെ കുക്ക് ചെയ്യാനും വീറ്റും ലെൻറ്റിൽസും ഒക്കെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ദാറ്റ് നൗ ബിക്കം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ ഡയറ്റ്. അപ്പം ഈ റൈസ് എന്നൊക്കെ പറയുന്നത് ഈ സബ് കോണ്ടിനെന്റിന്റെ ഒരു മെയിൻ ഡയറ്റാണ് അല്ലേ. Beside, they begin weaving cloth using different kinds of materials. For example, cotton that could now be grown. അപ്പം പതുക്കെ പതുക്കെ അവർ കോട്ടൺ ഒക്കെ വളർത്താൻ തുടങ്ങി, അങ്ങനെ ക്ലോത്ത്സ് ഒക്കെ വീവ് ചെയ്യാൻ തുടങ്ങി. Did things change everywhere and all at once? അല്ല അല്ലേ, പെട്ടെന്നാണോ ഈ ചേഞ്ചസ് എല്ലാം ഉണ്ടായത്? അല്ല. നമ്മൾ പറഞ്ഞല്ലേ 2 മില്യൺ ഇയേഴ്സ് തൊട്ട് 12,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഒരു പാലിയോളിത്തിക് ഏജ്, അതുവരെ ഒരു സ്റ്റോൺ ഒക്കെ അവരുപയോഗിച്ചതെല്ലാം സിമിലർ ഒക്കെ ആയിരുന്നു. പക്ഷെ 12,000 വർഷങ്ങൾക്ക് ശേഷം അവര് സ്റ്റോൺ ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. ഉപയോഗിച്ചിരുന്ന സമയത്തൊക്കെ പോളിഷ് ചെയ്ത് അങ്ങനെ അങ്ങനെ കുറെ ചേഞ്ചസ് ഒക്കെ ഉണ്ടായി. അവസാനം എഡ്ജസ് ഒക്കെ ഷാർപ്പ് ചെയ്തു, അങ്ങനെയൊക്കെ ടൂൾസ് ഉണ്ടാക്കി. In many areas, men and women still continued to hunt and gather. അപ്പം ഇപ്പൊ പോലും ചില ട്രൈബൽ ഏരിയാസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ ആൾക്കാരൊക്കെ ഇപ്പോഴും ഹണ്ടിങ്ങും ഗ്യാതറിങ്ങിലും ഒക്കെ കൂടിയാണ് ഫുഡ് കഴിക്കുന്നത്. ആൻഡ് എൽസ്വെയർ പീപ്പിൾ അഡോപ്റ്റഡ് farming and herding slowly over several thousand years. Besides, in some cases, people tried to combine these activities, doing different things during different seasons. A closer look. Living and dying in Mehrgarh. Finding Mehrgarh in map 2. This site is located in a fertile plain near the Bolan Pass, which is one of the most important routes into Iran. Okay, ബോലാൻ പാസ് എന്ന് പറയുന്നത് ഒരു ഇറാനിലേക്കുള്ളൊരു റൂട്ടാണ്, ഒരു വഴിയാണ്. ഈ മെഹ്റാഗാർ എന്ന് പറയുന്നത് ഒരു ഫെർട്ടൈൽ പ്ലെയിൻ ആയിരുന്നു, ഒരു ഫെർട്ടൈൽ പ്ലെയിൻ ആണ്. ഈ മെഹ്റാഗാർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് പീപ്പിൾ ബാർലിയും വീറ്റും ഒക്കെ ഉണ്ടാക്കാൻ പഠിച്ചിരുന്നത്. പിന്നെ ഷീപ്പിനെയും ഗോട്ടിനെയും ഒക്കെ ഫസ്റ്റ് ടൈം റെയർ ചെയ്തൊരു ഏരിയയും കൂടെ ആയിരുന്നു ഈ മെഹർഗാർ. ഓക്കെ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വില്ലേജസ് ദാറ്റ് വി നോ. ഓക്കെ, മെഹർഗ എന്ന് പറയുന്നതാണ് ഏർലിയസ്റ്റ് വില്ലേജ്. ഓക്കെ, ആൻഡ് ദാറ്റ് വി നോ about. And at this sites many animal bones were found. Bones of wild animals such as deer and pig, and also bones of sheep and goat were found. Other finds at Mehrgarh include remains of square or rectangular houses. Each house had 4 or more compartments, some of which may have been used for storage. അപ്പൊ ഈ മെഹ്റാഗാർ എന്ന് പറഞ്ഞ ആ വില്ലേജ് അതൊരു ഏർലിയസ്റ്റ് വില്ലേജ് ആയിരുന്നു അല്ലേ. അവിടെ ഒരു സ്ക്വയർ ആൻഡ് റെക്ടാങ്കുലർ ഹൗസസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിന്റെ റിമൈൻസ് ഒക്കെ. പിന്നെ കുറെ കമ്പാർട്ട്മെന്റ്സ്, 4 or more കമ്പാർട്ട്മെന്റ്സ് പോലൊക്കെ ഈ ഹൗസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു നിഗമനം എന്ന് പറയുന്നത് ഇത് ഈ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ ഗ്രെയിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരിക്കാം എന്നാണ്. When people die, their relatives and friends generally pay respect to them. അപ്പം ആൾക്കാരൊക്കെ മരിച്ചു കഴിയുമ്പം ഇവര് റിലേറ്റീവ്സും അവരുടെ ഫ്രണ്ട്സും ഒക്കെ അവരെ ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യും. മരിച്ചു കഴിഞ്ഞ് ഒത്തിരി റെസ്പെക്റ്റ് ചെയ്യും. മരിക്കുന്നതിന് മുമ്പ് കൊടുത്തതിനെക്കാട്ടിലും കൂടുതൽ റെസ്പെക്റ്റ് മരിച്ചു കഴിഞ്ഞ് കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് വിശ്വസിക്കുന്നുണ്ട് മരിച്ചു കഴിഞ്ഞാലും ഈ ആൾക്കാർ ജീവിക്കും. I mean, there is a life after death എന്നവര് വിശ്വസിക്കുന്നുണ്ട്. ബറിയർ is one such arrangement. അപ്പം ഇവർ കുഴിച്ചിടുമായിരുന്നു പതിവ്. Several burial sites have been found at Mehrgarh. അപ്പം മെഹ്റാഗാറിൽ ഒത്തിരി ആൾക്കാരെ ഇങ്ങനെ കുഴിച്ചിട്ട സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. In one instance, the dead person was buried with goats which were probably meant to serve as food in the next world. അപ്പം ഈ മരിച്ച ആളുടെ കൂടെ ഒരു ഗോട്ടിനെയോ അല്ലെങ്കിൽ കാറ്റിലിനെയോ അങ്ങനെ വല്ലതും കുഴിച്ചിടും.
എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വേൾഡ്, അതായത് അവരുടെ പുനർജന്മത്തി അല്ലെങ്കിൽ അവരുടെ ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആ സമയത്ത് അവർക്ക് കഴിക്കാൻ. അങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഹൗസ് ഇൻ മെഹഗ്ര. ഇപ്പൊ ഇതൊരു ഹൗസ് ആണ്, ഇത് 4 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലേ. മെഹർഗാർ may have looked like this. In what ways is this house similar to the one in which you live? ഇതൊക്കെ സിമിലർ ഒക്കെ തന്നെ അല്ലേ. 4 മുറിയുണ്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ സ്റ്റോറേജ് ഹൗസ് ഉണ്ടല്ലേ നമ്മുടെ വീട്ടിലൊക്കെ. ദെൻ പെർഹാപ്സ് അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയും എൽസ്വെയർ കേവ് പെയിന്റിങ്സ്. അപ്പം നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിന്റെ ആദ്യം തുടങ്ങിയപ്പോൾ പാർട്ട് 1 നമ്മൾ പഠിച്ചായിരുന്നു കുറെ പെയിന്റിങ്സ്, അവർ കേവിന്റെ വോൾസിലൊക്കെ പെയിന്റിങ്സ് ചെയ്യുമായിരുന്നു എന്ന്. ഫൈൻഡ് ഫ്രാൻസ് ഇൻ യുവർ അറ്റ്ലസ്. അപ്പൊ ഇത് ഇന്ത്യയെ കുറിച്ചൊന്നുമല്ല, ഫ്രാൻസിലെ കേവ് പെയിന്റിങ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. The painting below is from a cave in France. This site was discovered by 4 school children more than 100 years ago. Paintings like this were made between 20,000 years and 10,000 years ago. Many of these were of animals such as wild horses, anchors, an older wild form of cattle, bison, woolly rhinoceros, reindeer and deer painted on bright colors, and these colors were made from minerals like ochre or iron ore and charcoal. It is possible that these paintings were done on ceremonial occasions, or perhaps they were made ഫോർ സ്പെഷ്യൽ റിച്വൽസ്. അപ്പം ഫ്രാൻസിലാണെങ്കിൽ കുറച്ച് സ്കൂൾ പിള്ളേരാണ് 100 years ago 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഡിസ്കവറി നടത്തിയത്. അതായത് ഒരു പെയിന്റിങ്. ഈ പെയിന്റിംഗ് എന്ന് പറഞ്ഞാൽ 20,000 വർഷങ്ങൾക്കും 10,000 വർഷങ്ങൾക്കും ഇടയ്ക്ക് ഉള്ള ആ കാലഘട്ടത്തിൽ വരച്ചതാണെന്ന് ആർക്കിയോളജിസ്റ്റ് പറയുന്നത്. മെനി ഓഫ് ദിസ് വെയർ ആനിമൽസ്. അപ്പൊ ഈ പെയിന്റിങ്ങിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽഡ് ഹോഴ്സസ്, റെയിൻഡിയേഴ്സ്, ആങ്കേഴ്സ്, അങ്ങനത്തെ കുറെ പടങ്ങളായിരുന്നു. ബിയർ, ഇതിനൊക്കെ ബ്രൈറ്റ് കളേഴ്സ് ഉപയോഗിച്ചായിരുന്നു ഇവര് കളർ ചെയ്തിരുന്നത്. അപ്പം ഇതൊക്കെ എന്തിനാ വരച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തേലും സെറമോണിയൽ ഒക്കേഷൻസ് അല്ലെങ്കിൽ റിച്വൽ ആയിട്ടുള്ള എന്തേലും കാര്യത്തിനോ വല്ലതായിരിക്കാം. നെക്സ്റ്റ് ഇസ് elsewhere, a Neolithic site. Find Turkey in your atlas. One of the most famous Neolithic sites, Catalhoyuk, was found in Turkey. അപ്പം നിയോളിത്തിക് ഏജ് നമ്മൾ പറഞ്ഞല്ലേ, നിയോളിത്തിക് സൈറ്റ്സ്. അപ്പം ഈ നിയോളിത്തിക് സൈറ്റ്സും വൺ ഓഫ് ദ മോസ്റ്റ് ഓൾഡസ്റ്റ് നിയോളിത്തിക് സൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള നിയോളിത്തിക് സൈറ്റ് എന്ന് പറയുന്നത് ടർക്കിയിലെ കറ്റാൽഹൂയൂക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. സെവറൽ തിങ്സ് വെയർ ബ്രോട്ട് ഫ്രം ഗ്രേറ്റർ ഡിസ്റ്റൻസ്, ഫ്ലിൻസ് ഫ്രം സിറിയ, കൗറീസ് ഫ്രം റെഡ് സീ. അപ്പം ഡിസ്റ്റൻസസ്, ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കുറെ സാധനങ്ങൾ ഇവിടെ കണ്ടായിരുന്നു. റെഡ് സീയിലെ കൗറീസ്, ഷെൽസ്, മെഡിറ്ററേനിയൻ സീയിലെ ഷെല്ല്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. റിമെമ്പർ there were no cards. Most things would have been carried on the backs of pack animals which as cattle or by people. അപ്പം പണ്ട് കാർഡ്സും ഒന്നും ഇല്ലായിരുന്നു. ഇത്രയും വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അവര് ഒന്നില്ലേ ആൾക്കാർ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അവര് ആനിമൽസിലൂടെ ആയിരിക്കും. What do you think cowries and shells would have been used for? അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ കൗറീസും ഈ ഷെൽസും ഒക്കെ എന്തിനായിരിക്കും അവരെടുത്തോണ്ട് പോയത് ഓരോ സ്ഥലത്തീന്ന്? ഓക്കെ, കീവേഡ്സ്: ഹണ്ടർ ഗാദറേഴ്സ്, സൈറ്റ്, ഹാബിറ്റേഷൻ, ഫാക്ടറി, പാലിയോളിത്തിക്, മീസോലിത്തിക്, മൈക്രോലിത്സ്. ഇതൊക്കെ നമ്മൾ പഠിച്ചത് അല്ലേ. ഡൊമസ്റ്റിക്കേഷൻ എന്താണെന്ന് പഠിച്ചു, ഫാമേഴ്സ് ഹേർഡേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായെന്ന് പഠിച്ചു, പിന്നെ നിയോളിത്തിക് ബറിയൽസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഡൗട്ടോ സജഷൻസോ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഞെക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.